ഒരു റൂമിലേക്കുള്ള ഒരു യാത്രയാണ്. എന്റെ മനസ്സാണിത്. അമ്മയെന്ന് വിളിച്ച ഞാൻ ഇതിനകത്ത് കേറാറുള്ളൂ. എന്താ ഇത്? ഇങ്ങനെ ഒരു ബാത്റൂം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? എന്താ കോണ്ടം വരെ ഉണ്ട് ഇവിടെ. കൊത്തയിലെ DQന്റെ വാൾ. ഇതാണ് ഗൈസ് കൊത്തയിലെ വാൾ. സീക്രട്ട് റാലിയുടെ പൂട്ട് ഇതോടൊപ്പം ഉണ്ട് ഹൃദയത്തില്. എല്ലാ നെഗറ്റീവ് പറഞ്ഞ ഒറ്റ സാധനം ചൂല്. ഞാൻ ഫസ്റ്റ് ഉറക്കൊഴിച്ചാൽ കാണുന്ന സാധനം ചൂല. ശരിയാണല്ലോ. ഇങ്ങനത്തെ സാധനം കണ്ടിട്ടുണ്ടോ? ഹാമർ. ഇത് ഹാമർ അല്ല. ആണോ? ഇത് മോർച്ചറിയിൽ അവർ തലക്കടിച്ച് പൊട്ടിക്കണം. ഇത് ഡെമ്മി. ഈ സിനിമയിലുണ്ട് കൊത്തയില്. വേറെ കോമഡി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഉള്ളവരൊക്കെ വീട് ക്ലീൻ ചെയ്യുന്നതൊക്കെ എന്നെ വിളിക്കടാ, ഈ ഇത്രയും സാധനം കളയാൻ പോകുന്നത് നിനക്ക് ആവശ്യം എന്തെങ്കിലും ആണെങ്കിൽ എടുത്തോളാൻ പറയാം. പ്രശാന്ത് അമരവിള, സീൻ നമ്പർ 22, ഷോർട്ട് നമ്പർ 8, ടേക്ക് 6. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ആർട്ട് ഡയറക്ടറായ പ്രശാന്ത് അമരവിളയുടെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു ബോർഡാണ്, അല്ലെങ്കിൽ സ്ലാബ് ബോർഡാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഹൗസ് ടൂറോ അല്ലെങ്കിൽ ഹോം ടൂറോ ഒന്നും അല്ല, ഒരു റൂമിലേക്കുള്ള ഒരു യാത്രയാണ്. ഓക്കെ, ഇതാണ് ഒരു ആർട്ട് ഡയറക്ടറുടെ ഒരു വീട് എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ വീട്. അത്രയും ബ്യൂട്ടിഫുൾ ആയി ഒരാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സൂപ്പർ സ്ഥലം എന്ന് നമുക്ക് ഇതിനെ പറയാം. കാരണം ഭയങ്കര പ്രകൃതിയോട് ഭയങ്കരമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ റൂമിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്നത് ഒരുപാട് ചിത്രങ്ങളുടെ, എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകളുടെ മെമ്മറീസിലേക്കായിരിക്കും. ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. ഇതേ ഫോട്ടോസ് ഒക്കെ ഉണ്ട്, പഴയ ഫോട്ടോസ്. പ്രശാന്ത് ഏട്ടാ, ഇതാണ് പ്രശാന്ത് ഏട്ടൻ ഇവിടെ റെഡിയാണ്. പ്രശാന്ത് ഏട്ടൻ നമസ്കാരം. നമസ്കാരം. ഇതെന്താണ്? ഇതെന്താ ഈ സീൻ 18 ഷോർട്ട് 2 ടേക്ക് 1? ഇത് ഹൃദയത്തില് സ്ലാബ് ബോർഡാണ്, അടിച്ചു മാറ്റിയതാണോ? ക്ലാപ്പ് വേറെ മേടിച്ചു. ആ നമ്പർ, സീൻ നമ്പറും ടേക്ക് നമ്പർ എഴുതി വെച്ചോ. അതെന്താണ് ഈ സീനിനും ടേക്കിനൊക്കെ പ്രത്യേകത? ഒന്നുമില്ല, വെറുതെ ബോർഡ് ആയിക്കോട്ടെ ചോദിച്ചു. ഓക്കെ, ഈ വീട് മൊത്തം മെമ്മറീസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100% അല്ലേ? ആ മെമ്മറീസിലേക്കാണ് ഞാൻ കയറി വരാൻ ആഗ്രഹിക്കുന്നത്. എവിടെ നമ്മൾ തുടങ്ങും ഈശ്വര? ഒരറ്റത്തുനിന്ന് തുടങ്ങേണ്ടി വരും. ഏതറ്റത്തുനിന്ന് തുടങ്ങാം? എന്നാ പിന്നെ ആദ്യം വരുന്ന ഒരു ഓർമ്മ വെച്ച് തുടങ്ങാം. ഇത് മൊത്തം പറഞ്ഞു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല ഗൈസ്. ആദ്യ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊത്തയിലെ DQ ഉപയോഗിച്ച വാള്. കൊത്തയിലെ DQന്റെ വാൾ. ഇതാണ് ഗൈസ് കലാപകാരി സോങ്. ഓക്കെ, ഇത് വാള്. പിന്നെ ഏതാണ്? അല്ല, തിരിച്ചു വെക്കാൻ പറ്റില്ല. ഇത്രയും വൃത്തിയായി വെച്ചിരുന്ന സാധനം കുളമൊക്കെ എടുത്തല്ലോ. പിന്നെ എല്ലാം പടത്തിന്റെ ഉണ്ടോ ഓരോ സാധനങ്ങൾ ഞാൻ ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവരും. ഇത് മറ്റേ ഗോൾഡ് സിനിമയില് മറ്റേ രാജു കൊണ്ടു കിടക്കുന്ന സ്പീക്കറിന്റെ ബോക്സ്. അത് പിന്നെ കൊത്തയില് മൊത്തം നിമേഷേട്ടന്റെ നമ്മള് ടീം ഉണ്ടാക്കിയ കത്തികൾ, ആയുധങ്ങളും ഉണ്ട്. അതെ അതെ. ചെറിയ സ്പാനറും അരവിന്ദിന്റെ അതിലുള്ള ആ മുദ്രകൾ, അവളെ നായികയുടെ ഇത് കാണിക്കുമ്പോൾ അത് സീക്രട്ട് റാലിയുടെ പൂട്ട് ഇതോടൊപ്പം ഉണ്ട് ഹൃദയത്തില്. ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നതാണോ? അവിടെ എടുത്തോണ്ട് പോരുന്നതാണോ? സിനിമ കഴിഞ്ഞിട്ട് ആടെ അടുത്ത് ചോദിച്ചിട്ട് എടുത്തോണ്ട് പോരുന്ന. ഇത് മൊത്തം വെടിക്കെട്ടിന്റെ മാലകള്, വെടിക്കെട്ട് സിനിമയില് മാലകള്. അങ്ങനെ മാല നോട്ട് മൊത്തം കിങ് ഓഫ് കൊത്തയിൽ തന്നെ പഴയ കാലഘട്ടത്തില്. കൊറേ പൈസ ഉണ്ട്, റിച്ചാ. റിച്ചാ, പക്ഷെ മാറാൻ പറ്റൂലെന്നേ ഉള്ളൂ. അങ്ങനെ ഇവിടെയും കൊറേ മാലകളുണ്ട്. ഇതൊക്കെ സിനിമയുടെയാണോ? അതെ അതെ. എല്ലാ സിനിമയിലല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം ഉണ്ട്. ഒരു ഭംഗിക്ക് എന്തുകൊണ്ടാ ഇങ്ങനെ റൂം ഉണ്ടാക്കാനുള്ള തോന്നല്? കൊറോണ ടൈം വെറുതെ ഇരുന്ന സമയത്ത് കാട്ടിക്കൂട്ടിയത്. ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഒറ്റയ്ക്കുള്ള പ്രയത്നമാണോ? ഒറ്റയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക്. പിന്നെ ഇത് നമ്മള് ഈ പവി എന്ന് പറഞ്ഞ അവന്റെ വില എനിക്ക് വരയ്ക്കാറില്ല. അപ്പൊ അവന്റെ അടുത്ത് ഞാൻ പറയും, ഇവിടെ ഒന്ന് വരണ്ട. അത് എന്നെ തന്നെ വരച്ചതാവൻ. ഈ മുടിയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നതാണോ? ഉണ്ടായിരുന്ന സമയത്ത് അവൻ കാട്ടിക്കൂട്ടിയതാ. ഓക്കെ, പിന്നെ എന്താണ് ഈ റൂമിലുള്ള എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കഥകൾ? ഇത് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ സീക്രട്ട് റാലി, സീക്രട്ട് റാലി ക്ലൈമാക്സ് അതിൽ തൂക്കിയത്. ഇത് ഇബിലീസ് എന്ന പടത്തിലെ ഇബിലീസ് പടത്തിന്റെ ഓർമ്മയ്ക്കായിട്ടിട്ടത്. അങ്ങനെ എല്ലാം ഓരോ ഓർമ്മകൾ. ഇതൊക്കെ കണ്ടിട്ട് അമ്മ എന്ത് പറയുന്നു? അമ്മ എന്ത് പറയും, അങ്ങനെ വലയൊന്നും കെട്ടാറില്ല. അമ്മ ഞാൻ ഇല്ലാത്തപ്പോ ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട്. ഇത് എവിടത്തെയാ? വേറെ വിലപ്പട്ടിക ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോ. ഷാംപൂ, പേസ്റ്റിന്റെ ഇടയ്ക്ക് ബ്രഷ് കളഞ്ഞ പിന്നെ അതിൽ നിന്ന് എടുക്കേണ്ടി വന്നു. ബ്രഷ് അത് കളയില്ല. ഇപ്പൊ സോപ്പ് മേടിച്ചാൽ കവർ കളയില്ലേ, ഞാൻ കളയില്ല. കോണ്ടം വരെ ഉണ്ട് ഇവിടെ. വെച്ചിട്ടുണ്ട്. സിനിമയുടെ ഭാഗമായിട്ട് എടുത്തതാണോ? ഇത് ഞാൻ ഷോർട്ടിന്റെ സമയത്ത് സ്റ്റേഷനറി ഷോപ്പിൽ പോയ പോലെ ഞാൻ ബാറ്ററി, ഷാംപൂ, ഇവിടെ ഞാൻ കണ്ടു സോപ്പൊക്കെ വെച്ചത് കണ്ടു ഞാൻ. അതെ, ആദ്യമൊക്കെ ഉപയോഗിച്ച മൊബൈല് അതൊക്കെ കംപ്ലൈന്റ് ആയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു.
അതൊക്കെ സൂക്ഷിക്കും. ഈ സോപ്പും ഷാമ്പൂ ഒക്കെ സ്വയം ഉപയോഗിച്ചതാണോ സിനിമയിൽ ഇല്ല അയ്യേ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് ഇത് ഞാൻ പുറത്തിറങ്ങുമ്പോ തലയിൽ ഒരിക്കൽ മറ്റേ റബ്ബർ കാവണം, അതിനെ പോലും വെറുതെ വിട്ടില്ല. അതിനെ കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്തു. ഇത് പെങ്ങള് നേഴ്സാ, അപ്പൊ അവള് ഇവിടെ വെച്ചിട്ട് പോയി, ഞാൻ അതിനടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. ഒട്ടിച്ചു. നിങ്ങൾ തിരിച്ചു വന്നപ്പോ ചോദിച്ചില്ലേ? ഇല്ല ആധാർ കാർഡൊക്കെ ഉണ്ട് കേട്ടോ, തിരിച്ചറിയാൻ പറ്റുന്ന. ഇത് പ്രശാന്ത് വേറെ ആരോടെങ്കിലും ഒക്കെ പോയി പറയേണ്ടി വരും. ഇതായിരുന്നു നമ്മൾ ഒരു മെർലാൻഡിൽ വന്ന സീരിയൽ വന്ന സമയത്ത് തുടക്കത്തിലുള്ള ഫോട്ടോ, ഫസ്റ്റ് സീരിയൽ ശ്രീ മഹാഭാഗവതം. ഇത് മറ്റേ സ്വാമി അയ്യപ്പൻ. അതെ കൗശിക് ബാബു, തുളസിദാസ്, പുഷ്പ സാറ്, ജഗദീഷ് ശ്രീമാർ അവര്. ഇതായിരുന്നു നമ്മളെ ഗുരു അജീഷ് ചേട്ടൻ, ബൈജു വിതുര, അജീഷ് എന്റെ സീരിയലിൽ എന്റെ ഗുരു. പുള്ളി കാരണമായി പിന്നെ ഇൻഡസ്ട്രിയിലോട്ട് എത്തിപ്പെടുന്ന സീരിയലിൽ ഈ പുള്ളി നിൽക്കാൻ പറയുമ്പോ ഞാൻ ഇപ്പൊ ഇവിടെ എത്തിയത്. ഫുൾ നമ്മളെ ടീമാണ്. ഈ സീരിയൽ ഞാൻ കണ്ടിരുന്നു പണ്ട്, ശ്രീ പിന്നെ സീരിയലിന്റെ എല്ലാം ഞാൻ ഷെയർ ചെയ്യണതും ഇപ്പോഴും വിളിക്കുന്ന സംസാരിക്കുന്ന ശരത്ദാസ്, ശരത്തേട്ടൻ. താഴെ ഫോട്ടോ ഉണ്ട് എനിക്ക് പറ്റുന്നത്ര ഞാൻ നിരീക്ഷിച്ച് കണ്ടുപിടിച്ചു. പിന്നെ വിശാലമായ ഒരു ബാത്റൂം കാണിച്ചു തരാം. ഓക്കെ, ബാത്റൂം ടൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? വിശാലമായിട്ട് നമ്മൾ ആസ്വദിക്കണമല്ലോ, സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും എന്താ ഇത്, ഇങ്ങനെ ഒരു ബാത്റൂം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നാൽ സൗഹൃദത്തിൽ വായിക്ക് അമ്മാവൻ. എന്താലേ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു ബാത്റൂം കാണുന്നേ. ഒരു വെറൈറ്റി നല്ല വെറൈറ്റി. നേരത്തെ പറഞ്ഞ സാധനം ഇവിടെ വെച്ചിട്ടുണ്ടോ? എന്താ കോണ്ടം? എല്ലായിടത്തും കൊണ്ട് പോകണം, കോണ്ടം ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ചെയ്ത സിനിമകളെല്ലാം ഇനി ഒരു 3 സ്റ്റിക്കർ പടം വയ്ക്കാനുണ്ട്. ദിലീപേന്റെ പടവും ഐഡിയൻ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഒരു ചെറിയ സംഭവം വന്നിട്ടുണ്ട്. ആസിഫേട്ടന്റെ കൂടെയുള്ള പടങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മേരാന ഷാജി, ഇത് മനോഹരം, ഹൃദയം, കുഞ്ഞൽദോ, കാർബൺ. അതെ, ഇത് അരവിന്ദിന്റെ അതിഥികൾ. ഏറ്റവും ടഫ് സിനിമ ഏതായിരുന്നു? കാർബൺ. ടഫ് ആയിരുന്നു. എന്റെ അമ്മോ, വേണുസാറിനൂടെ എന്തായിരുന്നു അവിടെ ടഫ്നെസ്? കാടല്ലേ, വേണു സാറും എല്ലാരും. അയ്യോ, കെ മോഹൻ സാറായിരുന്നു ക്യാമറ, ഡോണൊക്കെ ചെയ്ത അടിപൊളി ടീം. അടിപൊളി. ഞാൻ ചോദിക്കട്ടെ, ഈ കൂടുതലും ഈ ചെയ്ത സിനിമകളെ കുറച്ചുകൂടി എന്റർടൈനിങ് ജോണറിലുള്ളതാണ്. പക്ഷെ ഈ നമ്മളിപ്പോ ഈ സിനിമ ഇപ്പൊ പറഞ്ഞ സിനിമയും ഈ പാപ്പാൻ ഈ സിനിമകളൊക്കെ പറയുമ്പോ കുറച്ച് ത്രില്ലർ മൂഡിലേക്ക് പോവാ. അപ്പൊ ഈ ആർട്ടിൽ വ്യത്യാസം വരില്ലേ? വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരേ ട്രാക്ക് ആയിരിക്കും അവിടെ. എന്തായാലും സിനിമ എന്തായാലും കുഴപ്പമില്ല, ഞാൻ തന്നെ ഒരു ടീം എല്ലാവരും എൻജോയ് ചെയ്ത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ലൈഫ് ഒന്നേ ഉള്ളൂടാ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാ. നമുക്ക് എല്ലാവരും മെമ്മറീസ് ആയിരിക്കണമല്ലോ. ഒരാളോട്ട് നമ്മൾ മിണ്ടി കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ മറക്കരുത്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു മെമ്മറി അവിടെ ഇട്ടിട്ടേ പോകുള്ളൂ. എവിടെ വെച്ച് കണ്ടാൽ നമ്മളെ, എനിക്ക് പിണങ്ങണത് ഇഷ്ടമല്ല വലുതായിട്ട് ആരടുത്ത്. എപ്പോഴും കമ്പനി അടിച്ച് ചില്ല് ചെയ്ത്. ഞങ്ങള് വന്നപ്പോ 2 മാസത്തെ പരിചയമുള്ള പോലെയാണ് സംസാരിക്കുന്നത്. അല്ലടാ, എന്തെന്ന് പറയോ, ആര് നമുക്ക് ഉപകാരപ്പെടുമെന്നോ ഒന്നും അറിയില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന അറിയില്ലല്ലോ നമുക്ക് എന്താണ്. പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ 60-70 പേര് എല്ലാ ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. നമുക്ക് എല്ലാ ജില്ലയിലും ഫ്രണ്ട്സ് ഉണ്ട്. വ്യവസായിച്ച് എന്താവശ്യമുണ്ടോ എവിടെ പോയാലും ഒരു പിടിയുണ്ടാവും. പക്ഷെ ആ സമയത്ത് ഉപകാരപ്പെടില്ലെന്നേ ഉള്ളൂ. എന്താണ് ഇവിടെ? പ്ലീസ് കീപ് സൈലൻസ്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അതുകൊണ്ട് ഞാൻ ഇവിടെ പുകവലി പാടില്ല, ഫുള്ള് പുകവലി വെള്ളോടിയാണ് ഇവിടെ. ഇത് ഒരു ദിവസം ഇത് ഞാന് ഇവിടെ ഒരു മേശ ഇടണല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചപ്പം മേശയ്ക്ക് 5000 രൂപ എന്തോ 5000-6000 രൂപ മേടിക്കണേക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാൻ എന്തെന്ന് അറിയോ, പട്ടികയില് ആണി അടിച്ചു കൂട്ടി നമ്മള് തറ തുടക്കുന്നില്ല ചവിട്ടി, അത് 100 രൂപയ്ക്ക് 5 എണ്ണം കിട്ടുമായിരുന്നു. ഇവിടെ ഫുൾ പാത്ത് കൊണ്ടിട്ട് വിൽക്കായിരുന്നു. അത് വാങ്ങിച്ചു ഗണ്ടാക്കി എടുത്ത് വെച്ചിട്ട് അടിച്ച് കയറും ചുറ്റി ഒരു എനിക്ക് മേശയായി ധാരാളം. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഗുണം തന്നെ അല്ലേ? ഇവിടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം എന്താ? നല്ലൊരു ചോദ്യം, ആരെ ചോദിക്കാത്തൊരു ചോദ്യമാണല്ലോ നീ ചോദിച്ചത്. ഏറ്റവും പ്രിയപ്പെട്ടെന്ന് പറഞ്ഞാ മെമ്മറീസ് വരുന്ന സാധനമാണോ അതോ ഏറ്റവും നമുക്ക് കാണുമ്പോ ഹാപ്പിനെസ് തരുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട? എനിക്ക് എല്ലാ നെഗറ്റീവ് പറഞ്ഞ ഒറ്റ സാധനമാണ് ചൂല്. ഞാൻ ഫസ്റ്റ് ഉറക്കൊഴിച്ചാൽ കാണുന്ന സാധനം ചൂല. ശരിയാണല്ലോ. അതെന്താണ് ചൂലിനോട് ഒരു സ്നേഹം? ചൂല് കണി കണ്ടു ദിവസം തന്നെ പോക്കാന്നൊക്കെ. ചൂല് കണിയണ്ടാ ഞാൻ ഡെയിലി ഞാന് വന്നത്, ഞാൻ ശരിക്കും ഇതിൽ വന്ന് ഈ ഇൻഡസ്ട്രി എത്തിപ്പെട്ടത് പുല്ലോട്ടാൻ പോയിട്ടാ. പുല്ലോട്ട് ക്ലീൻ ചെയ്യാൻ പോയ ആളാണ് ഞാൻ.
അപ്പൊ എനിക്ക് ആ ചൂട് മൺവെട്ടിനോട് ഒരു തൂമ്പ ഞാൻ ഇവിടെ വെച്ചിട്ടില്ല തന്നെ ഉള്ളൂ. അതും എന്റെ മനസ്സിലുണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ ചിലപ്പോ കാണാൻ ചൂല് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോയ ഒരാളല്ലേ, അപ്പൊ എനിക്ക് ചൂലിനോട് ഒരു ഇഷ്ടം തന്നെ. ഇഷ്ടം തന്നെ. അപ്പൊ എവിടെ പെയ്യാലും ഒന്ന് വൃത്തിയാക്കി കിടക്കുന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വൈബാ. വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ആരും എല്ലാം നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് പോസിറ്റീവ് ആയിട്ട് ഞാൻ എടുക്കാറുണ്ട്. അവിടെ പോവല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അത് വിചാരിക്കുന്നത് ഒരു പോസിറ്റിവിറ്റിയാ അല്ലേ? അതെ അതെ. വേറെ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള? വേറെ ഒരു കൊരങ്ങനൊക്കെ ഉണ്ട്. ആരെങ്കിലും ഗിഫ്റ്റ് തന്നെയാണോ? ഇല്ല ഇല്ല, ഇത് എവിടെന്നോ ആരോ തന്നാണ്. വേറെ കോമഡി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഉള്ളവരൊക്കെ വീട് ക്ലീൻ ചെയ്യുന്നതിനകത്തേക്ക് എന്നെ വിളിക്കണ്ട, ഈ ഇത്രയും സാധനം കളയാൻ പോകുന്നത് നിനക്ക് ആവശ്യം എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോളാം പറയാം. നമ്മളെ വീടിന് അപ്പുറത്തില്ല ബൈജി, അവ ഇന്നലെ വന്നിട്ട് എനിക്ക് ഇതൊക്കെ കൊണ്ടുവന്നു. കൊണ്ട് കുറെ കാസറ്റുകൾ പഴയ കാസറ്റ്, ഇതൊക്കെ നിനക്ക് വേണോന്ന് ചോദിച്ചു. ഞാൻ പറയാം ഇനി കൊണ്ടുപോടാന്ന് പറഞ്ഞു. അതൊന്ന് തന്ന സാധനങ്ങൾ ഇതൊക്കെ കാസറ്റുകൾ. ഇത് കണ്ടു കിട്ടാനില്ല, ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു കളയണ്ട, ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. ഒന്നിനെയും വെറുതെ വിട്ടിട്ടില്ല. കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം വരെ എടുത്തോട്ടിച്ചിട്ടുണ്ട്. ഇത് ചുടുവല്ലേ, നമ്മളെ ഇടിയൻ ചന്തുവിന്റെ ചുടുവല്ലേ, ഡെമ്മിയാ സിനിമയ്ക്കകത്തുള്ള. അപ്പൊ എല്ലാം ഡെമ്മി ആയിട്ടാണ്. അങ്ങനെ എല്ലാം ഓരോ ആയിട്ട്. ആദ്യം ഉപയോഗിച്ച ഫോൺ ആദ്യമായിട്ട് ഇതാണ് ആദ്യമായിട്ട് ഉപയോഗിച്ച ഫോൺ. നോക്കിയാലേ ഒരു ഫോണ് സാധനം കളയല്ല, എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. ഇത് വീട്ടിലെ മരം പട്ടുപോയി. ഞാൻ ഒരു കണിക്കൊന്നുണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹിച്ച് നട്ട് ഒറിജിനൽ. അപ്പൊ അതിനെ ഞാൻ കളഞ്ഞില്ല. കൂളിംഗ് ഗ്ലാസ് ഒരു വീക്ക്നെസ് ആണോ? ഗ്ലാസ് എപ്പോഴും ഉണ്ടാവും, ഭയങ്കര ഇഷ്ടമുള്ള സാധനം. കുറെ ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ ഒരെണ്ണം. പക്ഷെ അവിടെ കിടക്കണ ഒന്നും തല വെക്കാൻ പറ്റില്ല, നല്ല ഒടിഞ്ഞത് ഗ്ലാസ് പോയത്. അങ്ങനത്തെ ഐറ്റങ്ങളാ. ഈ മാലകളോട് എന്തെങ്കിലും ക്രൈസ് ഉണ്ടോ? കുറെ മാലയുണ്ടല്ലോ. ഇല്ലടാ, മാല വെറുതെ ഇപ്പം വെറുതെ കൂട്ടി കളയാണ്ട് ഭംഗിക്കണ്ട്. ഇപ്പൊ ടോപ്പ് നോക്കി നോക്ക്, നീ എന്ത് രസം നോക്കി കാണാൻ. സത്യം, നമുക്ക് തന്നെ ഭംഗിയില്ലേ കാണാൻ. അപ്പൊ അങ്ങനത്തെ. ഈ എത്ര കാലമായി ഇത് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്? കൊറോണ ടൈം, ഫസ്റ്റ് കൊറോണ 2019. അപ്പോഴും ഇത്രയൊന്നും ഇല്ല. ഞാൻ ഡേറ്റ് വെച്ചിട്ടുണ്ട്, ക്ലാബ് ബോർഡിലുണ്ട്. ഓർമ്മയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. അതിൽ എത്ര ഞാൻ നീ പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചേട്ടാ, അതിലുണ്ട്. ഇത് 2017. 17. 19 കോവിഡ് വരുന്നേ. ഏയ് അത് ഫസ്റ്റ് COVID-19 2019. റൂം കെട്ടിയത് 2017. കൊറോണ ടൈമിലാണ് ഈ സംഭവങ്ങൾ വന്നു. വീട്ടിൽ നിന്നൊന്ന് മാറി സ്വന്തമായിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് നമ്മളൊരു ടീമൊക്കെ വരുമ്പോൾ നമ്മുടേതായ ഒരു പ്രൈവസി ആണല്ലോ, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴത്തെ അച്ഛനോ അമ്മയോ അവരെ മേലോട്ട് വരില്ല. നമ്മുടേതായ ഒരു ലോകം. ഹൃദയത്തിന്റെ ഭാഗമായ എന്താ? ഹൃദയത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞ സീക്രട്ട് അലി പൂട്ട്, പിന്നെ ഈ എഴുത്തുകളല്ലേ, ഇതൊക്കെ അവിടെ. അതെല്ലാം ഹൃദയം. ഇത് ഡ്രസ്സിന്റെ ടാഗ് അല്ലേ? അതെ അതെ. ഇത് ഡ്രസ് വാങ്ങി, ഞാൻ ഡ്രസ് വാങ്ങിയിട്ടുണ്ട്. അല്ല, ഇത് എനിക്ക് ദിവ്യ ചേച്ചി തന്നെ. നമ്മൾ ഇതിന്റെ വർഷങ്ങൾക്ക് ശേഷത്തില് കോസ്റ്റ്യൂം അണ്ടമാന കോസ്റ്റ്യൂം ഒരു മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ടാഗ് ഞാൻ പറഞ്ഞ ചേച്ചി കളയണ്ട, എനിക്ക് അവസാനിക്കുക. അതൊരു അവരാണെങ്കിലും വന്നിട്ടുണ്ട്, ഈ സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട്. സീരിയൽ താരങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട്. അനുമോള്, അങ്ങനത്തെ ടീം, ശരത്തേട്ടൻ, അങ്ങനത്തെ ടീം, സീരിയൽ താരം മനീഷ്, ഈ പറഞ്ഞ കുറെ പേര് വന്നിട്ടുണ്ട്. വന്നിട്ട് എന്താ പറയുന്നത് കാണുമ്പോ? അവര് വന്ന് ഇവിടെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമുക്ക് പോകും. ഇതെന്താ ഈ ജിമിക്കി തട്ടുകട? അതും സീക്രട്ട് അലിയിടാ, നമ്മളവിടെ തൂക്കിയ പരിപാടികള്. എല്ലാം അങ്ങനത്തെ. മൊത്തം അടിച്ചു പറക്കുവാണെങ്കിൽ പിന്നെ ബിയർ ബോട്ടിലുകള്, റോപ്പ്, അത് നമ്മൾ അടിച്ച ബിയറിന്റെ കുപ്പികള്, പിന്നെ കഴിക്കുന്ന ബോട്ടിൽ നമ്മൾ കളയാറില്ല, എല്ലാം ഇവിടെ തന്നെ. അപ്പൊ ഇത്ര വെള്ളേ കുടിച്ചിട്ടുള്ളൂ? ഇല്ല, ബാക്കി കളയണ്ടേ, കൂടുതലും മറ്റേ ജവാനൊക്കെ ആയതുകൊണ്ട്. ഇത് മറ്റേ സാധനമല്ലേ? ഇത് എനിക്ക് അച്ഛൻ കൊണ്ടുവന്നതാ. അച്ഛൻ എവിടെ പണിക്ക് പോയപ്പോഴേ അവിടെ ഉള്ളൊരു കളയാൻ നിന്നപ്പം വേണ്ട ഇതാന്ന് പറഞ്ഞ അച്ഛൻ ഇപ്പം പഴയ സാധനം കിട്ടി എന്റെ അടുത്ത് വേണമെന്ന് ചോദിക്കും. പഴയ സാധനം ഈട്ടിയുടെ എന്തോ ആണത്. ഇങ്ങനത്തെ സാധനം കണ്ടിട്ടുണ്ടോ? എന്താണ് ഇത്? ആണോ? ഇത് മോർച്ചറിയിൽ അവർ തലക്കടിച്ച് പൊട്ടിക്കണതാ. ഇത് ഡെമ്മി. ഈ സിനിമയിലുണ്ട്, കൊത്തയില്. സാധാ. എനിക്ക് ആയുധങ്ങളെ കുറിച്ച് അത്ര ജ്ഞാനമില്ല. ശരി, ഇനി പഠിച്ചോളൂ. നീ പഠിക്കാം. ഇവിടെ വരാൻ വേണ്ടി ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഓരോ ഈ വീട് ഭയങ്കര വൈറലായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോസ് 24 ന്യൂസിലാ ഫസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അതിൽ നിന്നാണ് ശരിക്കും തുടക്കം. പഴയ സ്വിച്ച്, പഴയ ഒരു ഫോൺ ഇരിപ്പുണ്ട് പുറത്തേക്ക് വെച്ചു, അത് നോക്കാം. പഴയ സ്വിച്ച് പരിപാടി. ഇതൊക്കെ നീ ബാക്കി തൂക്കാനുള്ള ടീഷർട്ടും പാന്റും വന്നോ? അല്ലല്ല, ഇത് ഞാൻ വർക്ക് അല്ല. ഇനിയിപ്പോ സാധനങ്ങളൊക്കെ എവിടെ വെക്കും? ഇനി എനിക്ക് ഇതിലൂടെ വരാൻ ഏറ്റവും കൂടുതൽ വയ്ക്കാൻ ആഗ്രഹിച്ച ഒന്ന് TV. എനിക്ക് ഇതുവരെ മേടിക്കാൻ പറ്റില്ല, അതൊന്നും അറിയില്ല. TV, ഒരു AC നിർബന്ധം. വേറെ കണ്ടില്ലേ നീ? AC നിർബന്ധം. പിന്നെ ചെറിയൊരു മിനി ഫ്രിഡ്ജ്. സെറ്റാ. ഞങ്ങള് തീർച്ചയായിട്ടും എപ്പോ വേണം വരാം. ഇനി വരുമ്പോ ഇവിടെ സ്റ്റേ ചെയ്യാം.
യെസ് ചില്ല വരും ഞങ്ങൾ അതിന് വേണ്ടിട്ട് ഒരു ദിവസം. നമ്മളൊരു അബീർ റജി എന്ന് പറഞ്ഞ DOP ഉണ്ട് ക്യാമറ. അവരും വരുമ്പോ ഒരു 10 ഫ്രണ്ട്സോട്ട് ഒരു എല്ലാ മാസം വരും. ചിക്കനും മറ്റത് ഗ്രില്ലിട്ടൊക്കെ എല്ലാം വന്ന് എൻജോയ് ചെയ്ത് ഒരു ദിവസം കൂടും. ഒരു വൈബാ, ലൈക് സീരിയസ്ലി പോസിറ്റീവ് വൈബ്. രാത്രി DJ ഇടും നമ്മൾ. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് പരിപാടി. വീട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കില്ല അപ്പുറത്തെ സൗണ്ട് ഒന്നും വലിയൊന്നും ഒരു വിഷയമല്ല. ആകെ പ്രശ്നം പറഞ്ഞില്ല, വണ്ടിയാ കാറ് മാത്രമാണ് വഴിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഒരു കാറിലൊക്കെ വരുന്നോണ്ട് വിഷയമല്ല, നമുക്ക് ഇതുപോലെ ഒതുക്കിയിടാം. അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ് രാവിലെ വരും, നമ്മൾ വന്ന് അടിച്ച് പൊളിച്ചിട്ട് രാവിലെ കുളമുണ്ട് താഴെ, കുളത്തിൽ പോയി കുളിച്ച് ഫ്രഷായി വന്ന് രാവിലെ അമ്മ ദോശ ഉണ്ടാക്കും, സാമ്പാറൊക്കെ ഉണ്ട്, എല്ലാവരും കഴിച്ച് ചില്ല് ചെയ്ത് എല്ലാവരും നോ പ്രോബ്ലം. ഒരു സെറ്റ് ഓഫ് കീ ചെയിൻ ഒക്കെ വാങ്ങി തൂക്കിയിട്ടുണ്ടല്ലോ, ഫ്രീ ആയിട്ട് തന്നെയാണോ ആരെങ്കിലും? കീ ചെയിൻ അല്ലല്ലോ അത്, എന്താ പിന്നെ? ഒരു ലേഡീസ് അല്ലേ അത്, നീ യൂസ് ചെയ്യുന്ന സാധനം അത്. ഇതെന്തോ കയ്യിലിടുന്നതല്ലേ? കയ്യിലാണോ പാദസരോ ആണെന്ന് തോന്നുന്നു എനിക്ക്. അറിയില്ല. പാദസരോ കീച്ചേന് നടക്കുന്നു നീ പറഞ്ഞ. ആ കീച്ചൻ ഓക്കെ. ഇത് എന്താ ഫ്രീ ആയിട്ട് തന്നെയാണോ ഇങ്ങനെ? ഏത് വെടിക്കട്ടെ? ഓ അവള് എനിക്ക് തോന്നുന്നു ഇത് ലവ് ആക്ഷൻ ഡ്രാമയില് ഉള്ള വളയാണെന്ന് നയൻതാരാണ് എന്റെ വിശ്വാസം. അതെ ലവ് ആക്ഷൻ ഡ്രാമയിലെ നയൻതാരയുടെ വളയുണ്ട് ഗൈസ്. അങ്ങനെ വേറെ ആണെങ്കിലും ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഉണ്ടോ? ഉപയോഗിച്ച സാധനം കുറെ ഉണ്ടോ, എനിക്ക് പെട്ടെന്ന് തപ്പിയെടുക്കാൻ പാടാ. അങ്ങനെ ഉപയോഗിച്ച ഇതുണ്ടാ, ഇത് മറ്റേ ഉല്ലാസ സിനിമ ഷൈനികം യൂസ് ചെയ്ത സാധനം. ഊട്ടിയിലൊക്കെ എന്നിട്ട് ഇങ്ങനെയൊക്കെ സോങ്ങിലൊക്കെ അതെ ഇത് ആ ഒരു സാധനം. അതും നമ്മൾ ഉണ്ടാക്കിയത് തന്നെയല്ലേ? ഇത് മേടിച്ചത് ഒറിജിനൽ അടാ. ശേടാ നീ എന്തെടുത്താലും ഡെമ്മി നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒറിജിനൽ മനസ്സിലാവണ്ടേ ഒരു മനുഷ്യനെ? ഞാൻ വായിച്ചത് ഊതിയൊക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ വെറുതെ എന്തിനാ സീനാക്കുന്നേ. എന്തായാലും കൊള്ളാം, ഞങ്ങൾ ഇനിയും വരാം. 3-4 മാസം നമുക്ക് ഒന്നുകൂടി വന്നോക്കാം, എന്തൊക്കെ കൂടിയെന്ന് നമുക്കറിയാലോ. ഇനി ഞാൻ കൂടി, ഇനി വേറെ ഒന്ന് മാറ്റി പിടിക്കും ഞാൻ എന്തായാലും. യെസ്, അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡിഫറെന്റ് ഞാൻ മാറ്റി പിടിക്കും, എന്തായാലും മാറ്റി പിടിക്കും. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ AC ഫ്രിഡ്ജ് ഒക്കെ വെച്ച് സെറ്റ് ആക്കണം. ഞാൻ മസ്റ്റ് ആയിട്ട് വെക്കും. ഓക്കെ ഡൺ. അപ്പൊ ശരി, കാണാം. പോട്ടെ. താങ്ക്സ്. ഓക്കെ ബൈ.